Continuation of the topic early urbanization in eastern Deccan, especially in Andhra Pradesh. Existence of residential quarters and palace complex indicate the presence of a sort of ruling class or domain group of Dhuligata and Kotalingala. Coin finds also indicate politically powerful groups even from pre-Satavahana times who may have been Andhra kings. Thus, a confederation of petty and tribal rulers and others' kingdom controlled by Andhra kings may be located at Kotalingala. Some of the ruling clans belonging to a powerful land-owning agricultural communities, Pedavangu and Kondapur, appear to be main centers in pre-Satavahana era. So existence of residential area അല്ലെങ്കിൽ പാലസ് കോംപ്ലക്സിൻ്റെ ഇത്തരത്തിലുള്ള രൂപങ്ങൾ അല്ലെങ്കിൽ ഘടനകൾ നമുക്ക് എക്സ്കവേഷനിലൂടെ ലഭിച്ചു എന്നാണ്. ആളുകൾ താമസിക്കുന്ന വീടുകളുടെയും അല്ലെങ്കിൽ കൊട്ടാര സദൃശ്യമായിട്ടുള്ള കെട്ടിടങ്ങളുടെയൊക്കെ രൂപങ്ങൾ ധൂലികട്ടയിൽ നിന്നും കൊട്ടാലിംഗയിൽ നിന്നും ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു പ്രദേശത്ത് ഈ ഡെക്കാൻ ആന്ധ്രാപ്രദേശത്ത് ഒരു റൂളിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു വരേണ്യ വിഭാഗം ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ കോയിനുകൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് ശരിക്കും നോക്കിയാൽ സാമ്പത്തിക മേഖലയെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ് കോയിൻ എന്ന് പറയുന്നത്. ഇതൊരു പക്ഷേ ആന്ധ്ര കിങ്സ്, പ്രത്യേകിച്ചും ശതവാഹന കാലഘട്ടത്തിന് മുമ്പ് നിലനിന്നിരുന്ന ആന്ധ്ര കിങ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻഷ്യലായിട്ട് നമുക്കിത് കാണാൻ പറ്റും. So thus the confederation of petty tribal rulers or other kingdom controlled by Andhra kings may be located Kotalingala. ഈ ഒരു കാലഘട്ടം ഈ കൊട്ടാലിംഗാല എന്ന ഈ പ്രദേശത്തെ ചിലപ്പോൾ ചില ആന്ധ്ര രാജവംശങ്ങളോ അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങളോ ഭരിച്ചിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഒരു ലാൻഡ് ഓണിങ് അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതുകൊണ്ട് ഒരു പവർഫുൾ ലാൻഡ് ഓണിങ് കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു കാർഷിക മേഖലയെ കൈകാര്യം ചെയ്യുന്നത് എന്ന്. ഈ പെഡബാങ്കൂർ ആൻഡ് കോണ്ടാപ്പൂർ എന്ന് പറയുന്ന സ്ഥലമൊക്കെ പ്രീ ശതവാഹന കാലഘട്ടത്തിലെ കോയിൻ മിൻറ്റിങ് സെൻറ്റേഴ്സ് ആയിരുന്നു എന്നും സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. സോ ദേ ഹാഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് എക്സിസ്റ്റൻസ്. And in view of the variety of coin types at these centers, an obvious conclusion would be that the regional economy was dependent on trade and commercial transaction of certain magnitude. But these centers possessed their own autonomous political economic existence. ഈ കേന്ദ്രങ്ങൾക്ക് അവരുടേതായ രാഷ്ട്രീയ സാമ്പത്തികമായ ഒരു അധികാരം ഇവിടെ നിലനിന്നിരുന്നു. അതിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാമ്പത്തിക നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കേന്ദ്രങ്ങൾ നിലകൊണ്ടിരുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള വൈവിധ്യമാർന്നുള്ള കോയിൻ ടൈപ്പുകൾ ഇവിടെ നിന്ന് പ്രാദേശികമായി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള അത് റീജിയണൽ എക്കോണമി എത്രത്തോളം കൊമേഴ്സിലും ട്രേഡ് വ്യാപാര വാണിജ്യ മേഖലകളിൽ എഫിഷ്യൻ്റ് ആയിരുന്നു, ഈ പ്രാദേശികമായ സമ്പദ്ഘടന, ഈ പ്രദേശത്തിൻ്റെ സമ്പദ്ഘടന വാണിജ്യ വ്യാപാര മേഖലയിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് വൈവിധ്യമായ നാണയങ്ങൾ ലഭ്യമായി എന്നുള്ളത്. ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഇൻ പെർട്ടിക്കുലർ വാസ് എവിഡൻ്റ്ലി വൺ ഓഫ് ദ മെക്കാനിസം ത്രൂ ദ ലോക്കൽ ഗ്രൂപ്പ് പാർട്ടിസിപ്പേറ്റഡ് ദ സ്പിയേഴ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ലൈക്ക് ട്രേഡ്, കമ്മോഡിറ്റി പ്രൊഡക്ഷൻ. ഇനി കരകൗശല വസ്തുക്കൾ ധാരാളം ഉൽപ്പാദനം നടത്തിയിരുന്നു. പ്രധാനമായും ഇത് വാണിജ്യ വ്യാപാര മേഖലയെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ വാണിജ്യ വ്യാപാര മേഖല പ്രത്യേകിച്ചും ട്രേഡിൻ്റെ കൊമോഡിറ്റി വ്യാപാര ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ തന്നെയായിരിക്കും. അയൺ മെറ്റലർജി വാർ പ്രാക്ടീസ്ഡ് അറ്റ് ദ ഹോം ഇൻഡസ്ട്രി. ഇപ്പോൾ ഗാർഹിക വ്യവസായം എന്നുള്ള രീതിയിലായിരിക്കും ഇരുമ്പ് ആയുധങ്ങൾ അല്ലെങ്കിൽ ലോഹ നിർമ്മിതിയൊക്കെ നടത്തിയിട്ടുണ്ടാവുക. In Pedavangu, a terracotta forge unearthed in excavation
points the craft of iron forging. പെറ്റബാങ്കിൽ നിന്ന് ടെറാക്കോട്ട ഫോർജ് എന്ത് ചെയ്തിട്ടുണ്ട്, അണേർത്ത് ചെയ്തിട്ടുണ്ട്, എക്സ്കവേഷനിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്, കുഴിച്ചെടുക്കപ്പെട്ടു. അപ്പോൾ അയേൺ ഫോർജിങ് ഇവിടെ ഉണ്ടായിരുന്നു. ഇരുമ്പ് ഉരുക്കി ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ളൊരു തെരുവാണ്. അപ്പോൾ അത്തരത്തിലുള്ള എവിഡൻസ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. Trade was stimulated not as much by the export on agriculture surplus, but rather by the supply of iron and other related commodities. അപ്പോൾ വ്യാപാരം കാർഷിക മേഖല, കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുടെ മാത്രമല്ല വ്യാപാരത്തിൻ്റെ നിലനിൽപ്പ്. ഒരു പക്ഷേ ചെറിയ തോതിലൊക്കെ ഇരുമ്പ്, അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, ആയുധങ്ങൾ, ലോഹങ്ങളൊക്കെ ഇതിൻ്റെ വിൽപ്പന ചരക്കായി മാറിയിട്ടുണ്ടാകും. പക്ഷെ വലിയ തോതിലൊന്നും എക്സ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ആസ് എ സെൻറ്റേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, പെറ്റ്ബാങ്കോ ആൻഡ് കൊണ്ടാപൂർ ആൻഡ് അതർ സൈറ്റ് ഹാവ് ലാർജ് നമ്പർ ഓഫ് കോയിൻ ഓഫ് വേരിയസ് ടൈപ്സ്, terracotta, bead material, evidence of working in the precious and semi-precious stones, pottery making on large scale. പെറ്റബാങ്കു, അത് കൊണ്ടാപൂർ, അതുപോലെയുള്ള ആർക്കിയോളജിക്കൽ സൈറ്റ്, ആന്ധ്രയിലെ ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്ന് വലിയ തോതിലുള്ള വൈവിധ്യമായ നാണയങ്ങൾ, ടെറാക്കോട്ട ഫിഗേഴ്സ്, ബീഡ് മെറ്റീരിയലുകൾ, സെമി പ്രഷ്യസ് സ്റ്റോണുകൾ, അതുപോലെ പോട്ടറികൾ, ഇതെല്ലാം വലിയ തോതിൽ എവിഡൻസായി ലഭ്യമായിട്ടുണ്ട്. In mid-Godavari complex, the artisans persisted, especially artisanal groups with a strong kingship ties persisted the organization of their work. In Madhya Pradesh, there is a sites are connected beyond Vidisha and Ujjaini. ഇപ്പോൾ മിഡ് ഗോദാവരി പ്രദേശങ്ങളിൽ ധാരാളം ആർട്ടിസാൻ ഗ്രൂപ്പുകൾ നിലനിന്നിരുന്നു. വലിയ കിങ്ഷിപ്പ്, അവ തമ്മിൽ വലിയ വിഭാഗമായി ഒരു കമ്മ്യൂണിറ്റി പോലെ ഒരു തൊഴിലിൽ മാത്രം കേന്ദ്രീകരിച്ച് അവർ നിലകൊണ്ടിരുന്നു. അപ്പോൾ ഇരുമ്പ് നിർമ്മാണം അല്ലെങ്കിൽ ഇരുമ്പുമായി ബന്ധപ്പെട്ട ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമുദായം, അങ്ങനെയുള്ള ഓരോരോ തരത്തിലുള്ള പ്രത്യേക തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓർഗനൈസേഷനായിട്ടുള്ള കമ്മ്യൂണിറ്റി നിലനിന്നിരുന്നു. തൊഴിലിനെ ബേസ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷണൽ കമ്മ്യൂണിറ്റി നിലനിന്നിരുന്നു എന്നാണ്. ഇത്തരം പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വലിയ നഗരങ്ങളാണ് ഭോപ്പാലിലെ വിദിസ എന്ന് പറയുന്നത്, അതുപോലെ ഉജ്ജയിൻ, മധ്യപ്രദേശിലെ ഉജ്ജയിൻ എന്ന് പറയുന്ന നഗരം. ഇത്തരം നഗരങ്ങളുമായി ഇവർക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇൻലാൻഡ് ട്രേഡ് സിമുലേറ്റഡ് the growth of new area of economic activity in the region, not supported by large and extensive agrarian base. അപ്പോൾ കര പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രാമീണ പ്രദേശങ്ങൾ, അവരുടെ വ്യാപാരങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അത് പലപ്പോഴും വലിയ കാർഷിക മേഖലയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ കാർഷിക മേഖലയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല ഇത്തരം പ്രദേശങ്ങളുടെ വികാസം, എക്കണോമിക്കൽ ആക്ടിവിറ്റിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. Many such historical sites are found clustered together the mid-Godavari valley, but not all of them were urban എന്ന് പറയുന്നുണ്ട്. മിഡ് ഗോദാവരി വാലിയിൽ ധാരാളം ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ്, ഇത്തരത്തിലുള്ള ധാരാളം ചെറിയ ഹിസ്റ്റോറിക്കൽ സൈറ്റുകൾ ലഭ്യമായിട്ടുണ്ടെങ്കിലും ഇവയൊന്നും നഗര കേന്ദ്രങ്ങളായി വളർന്നിട്ടുണ്ടായിരുന്നില്ല. Interdependence among these sites show tribal nomadic population also integrated the new economic system. അപ്പോൾ ഇത്തരം സൈറ്റുകൾ തമ്മിൽ പരസ്പരം ബന്ധമുണ്ടായിരുന്നു എന്നത് മനസ്സിലാക്കാവുന്നത് ഈ മേഖലയിൽ താമസിച്ചിരുന്ന ട്രൈബൽ അല്ലെങ്കിൽ നൊമാഡിക് ഗ്രൂപ്പുകൾ അവരുടേതായിട്ടുള്ള ഒരു എക്കണോമിക് സിസ്റ്റം രൂപപ്പെടുത്തി അതിൻ്റെ പ്രോഗ്രസ്സിൽ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. നഗരങ്ങളൊന്നും ആയിട്ടില്ലെങ്കിലും എന്നാണ്. ഹെട്രോജീനിയറ്റി ഇൻ ദ സോഷ്യൽ സ്ട്രക്ചർ എമേർജ് ചേഞ്ചിങ് കണ്ടക്സ്റ്റ് ആൻഡ് റഫറൻസ് ഘപദീസ്. വൈവിധ്യമായ പലതരത്തിലുള്ള സാമൂഹിക ഘടന ഇവിടെ ഉണ്ടായിരുന്നു. അതിനുള്ള സൂചനയാണ് പാലി ഭാഷയിലെ ഘപതി എന്നുള്ള റഫറൻസ്. അതായത് സമ്പന്നരായ മേർച്ചൻസ് ഉണ്ടായിരുന്നു എന്നുള്ള. ബോത്ത് അഗ്രികൾച്ചർ ആൻഡ് മേർച്ചൻറ്റ് ഗ്രൂപ്പ്സ് അപ്പാർട്ട് ഫ്രം ആർട്ടിസൻസ്. ഈ ആയുധ നിർമ്മാണം, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം എന്നുള്ളതിന് പുറമേ
കാർഷിക മേഖലയും അതുപോലെ വ്യാപാര മേഖലയും ഇങ്ങനെ രണ്ട് വ്യത്യസ്ത മേഖലകളും ഇവിടെ ഉണ്ടായിരുന്നു. അതിലൂടെ സമ്പന്നരായവരും ഉണ്ടായിരുന്നു. ബുദ്ധിസ്റ്റ് മോങ്സ് ഫോംഡ് റെക്കഗ്നൈസ്ഡ് ലീഡിംഗ് ഗ്രൂപ്പ് ഓഫ് ദിസ് പോപ്പുലേഷൻ. അതിൽ ഏറ്റവും വൈവിധ്യമായ സവിശേഷമാർന്ന സമൂഹത്തെ നിയന്ത്രിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിയന്ത്രിച്ചിരുന്ന ഒരു പ്രത്യേക വിഭാഗമായിരുന്നു ബുദ്ധിസ്റ്റ് പുരോഹിതന്മാർ എന്നുള്ളത്. ഡൊമിനൻ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് ഓഫ് ദ റീജിയൻ മെയിൻറ്റെയിൻ നെറ്റ്വർക്ക് ഓഫ് ദ ട്രേഡ് ആൻഡ് പ്രൊഡക്ഷൻ റിസൾട്ടിംഗ് ഗ്രോത്ത് സ്ട്രെങ്ത് ആൻഡ് സർട്ടൈൻ ലോക്കൽ എലൈറ്റ്. അപ്പോൾ ഉൽപ്പാദന മേഖലയെയും വ്യാപാരത്തെയും അധികാരമുള്ള കരുത്തുള്ള ഒരു വിഭാഗം, ഒരു സാമൂഹിക വിഭാഗം നിയന്ത്രിച്ചിരുന്നു. അത് ആ വിഭാഗത്തിൻ്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയെന്ന്. അപ്പോൾ ഉൽപ്പാദനത്തെയും വിപണനത്തെയും ഒരു പ്രത്യേക സാമൂഹിക ഭാഗം നിയന്ത്രിക്കുകയും അതിൽ നിന്ന് കൂടുതൽ പ്രോഫിറ്റ് ലാഭം അവർക്ക് ലഭിക്കുന്നതിലൂടെ ആ വിഭാഗങ്ങൾ ക്രമേണ ഒരു ആ പ്രാദേശികമായിട്ടുള്ള സമ്പന്നരായിട്ടോ അല്ലെങ്കിൽ റൂളിംഗ് ക്ലാസ് ആയിട്ടോ മാറി തുടങ്ങി. Political powers pre-Sadavahana period was necessarily segmented, but under the new force of social change began a consequence of expanding agriculture and mercantile activity enabled the well-settled tribal community interact each other efficiently. പ്രീ ശതവാഹന പീരീഡിൽ രാഷ്ട്രീയമായ അധികാരത്തെ അധികമൊന്നും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് കാർഷിക മേഖലയുടെ വികാസം, അതുപോലെ ആയുധ ലോഹ നിർമ്മാണങ്ങളുടെ വികാസം, ഇതൊക്കെ ട്രൈബൽ കമ്മ്യൂണിറ്റിയെ കൂടുതൽ സെറ്റിൽഡ് ആക്കി മാറ്റാനും കൂടുതൽ എഫക്റ്റീവ് ആക്കി മാറ്റാനും സാധിച്ചു. ആന്ധ്ര ഈസ് ട്രഡീഷണലി നോൺ ഫോർ ഇറ്റ്സ് വാൾഡ് ടൗൺസ്, some of which may well have been of pre-Sadavahana date, with the local chiefs or powerful elites. Several such clans are known from the inscription of Amaravati and Nagarjunakonda, two major urban centers of the early historical period, which were also politically important centers of Sadavahana and Ikshagu. ആന്ധ്ര റീജിയൻ ചരിത്രപരമായി അതിനൊരു റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു. പഴയകാലം മുതലേ വാൾഡ് ടൗൺസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്, ചുറ്റുമതിലുകളാൽ സംരക്ഷിക്കപ്പെട്ട പട്ടണം എന്നുള്ളത്. വിച്ച് മൈറ്റ് ഹാവ് ബീൻ എക്സിസ്റ്റഡ് ബിഫോർ ശതവാഹന പീരീഡ്. അപ്പോൾ ഈ ഒരു പട്ടണം എന്ത് ചെയ്തിട്ടുണ്ട്, ശതവാഹന കാലഘട്ടത്തിന് മുമ്പേ നിലനിന്നതായിരിക്കാം എന്ന്. പൊട്ടൻഷ്യലി ഗവേൺഡ് ബൈ ലോക്കൽ ചീഫ്സ് ഓർ ഇൻഫ്ലുവൻഷ്യൽ എലൈറ്റ്സ്. ഒരു പക്ഷേ ഇത് നിയന്ത്രിക്കപ്പെട്ടിരുന്നത് പ്രാദേശികമായിട്ടുള്ള ചില പ്രമുഖരോ അല്ലെങ്കിൽ സമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ പ്രഭുക്കന്മാരോ ആയിരിക്കാം. Several such clans are known from the inscription of Amaravati and Nagarjunakonda, two major urban centers early historical period. ഈ പ്രാചീന കാലഘട്ടത്തിൽ ഈ പറയുന്ന ആന്ധ്രാപ്രദേശിലെ രണ്ട് പ്രസിദ്ധമായ നഗരങ്ങളായിരുന്നു അമരാവതിയും നാഗാർജുനകൊണ്ടയും. ഈ അർബൻ സെൻറ്റേഴ്സുകളിലെ ഇൻസ്ക്രിപ്ഷനുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ക്ലാനുകൾ, വിഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഭരണം നടത്തിയിരുന്നതായിട്ട്. പ്രത്യേകിച്ചും ശതവാഹന കാലഘട്ടത്തിന്, ഇക്ഷാകു കാലഘട്ടത്തിലേക്ക് ഏറ്റവും പ്രസിദ്ധമായ നഗരങ്ങളും തന്നെയായിരുന്നു ഇവ. ഈ നഗരങ്ങൾ അതിനു മുമ്പേ രൂപപ്പെട്ടവയാണ്. നെയിംസ് ലൈക്ക് ധാനക, കുബിരക, ദ ക്ലാൻ ചീഫ്സ് ലൈക്ക് മഹാതൽവാറാസ് ഓഫ് ആന്ധ്ര ആൻഡ് Maharathis of Western Deccan may also the similar lineage group who later come to be subordinated by Sadavahana Ikshagu rulers. അപ്പോൾ അത്തരത്തിലുള്ള ചില റൂളേഴ്സിനെ, ക്ലാൻ ചീഫുകളെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലരാണ് ധാനക നാഗാർജുനകൊണ്ടയിൽ ഉണ്ടായിരുന്നതാണ്. അതുപോലെ ബട്ടി പ്രോലു എന്ന് പറയുന്ന സ്ഥലത്ത് കുബിരക എന്ന് പറയുന്ന ചീഫ്സ്. അതുപോലെ മഹാതൽവാറാസ്, ആന്ധ്രയിലെ മഹാതൽവാറാസ്. മഹാറാത്തീസ്, വെസ്റ്റേൺ ഡെക്കാണിലെ മഹാറാത്തീസ്. ഇത്തരം വിഭാഗങ്ങൾ, ക്ലാനുകൾ ഉണ്ടായിരുന്നു. ഇവർ പിന്നീട് ശതവാഹനവും ഇക്ഷാകു ഭരണത്തിനൊക്കെ കീഴിൽ അവരുടെ സബോർഡിനേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. ദ ഫ്രീക്വൻറ്റ് റെഫറൻസ് ഓഫ് ഘപതി, പാലി ഭാഷയിൽ രേഖപ്പെടുത്തുന്നതാണ്. ഘപതി എന്ന് പറയുന്ന ഒരു പദവും അല്ലെങ്കിൽ ഒരു പദം സൂചിപ്പിക്കുന്നത് റിച്ച് മെർച്ചൻസിനെയാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഹൗസ് ഹോൾഡേഴ്സിനെയാണ്. അതുപോലെ ഹെരാനിക, ഗോൾഡ് സ്മിത്തുകളെയാണ്. വാണിയ, സേത്തി ഒക്കെ നമുക്കറിയാം, കച്ചവടക്കാരാണ്, മെർച്ചൻസ് ആണ്. ആൾസോ
Sartavahagas, the caravan traders ആണ്. In Anda inscription point changing social context, economical organization, that is from clan affiliation to organized economic groups into the professional occupational base. അപ്പോൾ മുമ്പ് ക്ലാൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭരണവും ജീവിത രീതിയുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അതിന് മാറ്റം വന്നു. ആ മാറ്റമാണ് നമ്മൾ പറയുന്ന ഗപതി, ഹരാനിക, വാണിയ, സേത്തി, സാർത്തവാഹക എന്നുള്ള വിഭാഗങ്ങളൊക്കെ പിന്നീട് ആന്ധ്രയിലെ ഇൻസ്ക്രിപ്ഷനുകളിൽ രേഖകളിൽ രേഖപ്പെടുത്തപ്പെട്ടായി കാണുന്നത്. അതായത് നേരത്തെ ക്ലാൻ ബേസ്ഡ് ആയിട്ടിരുന്ന ഒരു സമൂഹം പിന്നീട് എന്തായി, ഓർഗനൈസ്ഡ് എക്കണോമിക് ഗ്രൂപ്പായി മാറി. അവരുടെ പ്രൊഫഷണലും ഒക്യുപ്പേഷനും അനുസരിച്ച് അവരെന്ത് ചെയ്തു, ഒരു പ്രത്യേക വിഭാഗങ്ങളായി മാറ്റങ്ങൾ ഉണ്ടായി എന്ന് സൂചിപ്പിക്കപ്പെടുന്നതാണ് ഈ പറയുന്ന തെളിവുകൾ. Community patronages was crucial to the development of Buddhist Sangha with their stupas and viharas. അപ്പോൾ സാമുദായികമായ മാറ്റങ്ങളെ വികാസത്തെയും ബുദ്ധിസ്റ്റ് സംഘങ്ങൾ, പ്രത്യേകിച്ച് സ്തൂപങ്ങൾ, വിഹാരങ്ങൾ, അല്ലെ ഇത്തരം കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിസ്റ്റ് സ്ട്രക്ചറുകളിൽ നമുക്ക് കാണാവുന്നതാണ്. The collective donation giving the place to individual one indicate emergence to private property. ഈ ബുദ്ധിസ്റ്റ് ജൈനിസ്റ്റ് വിഭാഗങ്ങൾക്ക് സ്ഥലങ്ങൾ, പ്രോപ്പർട്ടികൾ, വസ്തുക്കളൊക്കെ ഡൊണേറ്റ് ചെയ്യപ്പെടുക എന്ന വ്യക്തികളാൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നു. ഓരോ വ്യക്തികൾക്ക് വ്യക്തികേന്ദ്രീകൃതമായ സ്വത്തും സ്ഥലവും സംഭവങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുകളാണ്. അമരാവതി, എ മേജർ നോഡൽ പോയിന്റ് ഓഫ് ദിസ് നെറ്റ്വർക്ക് in Mahajitya was more commercial oriented with a predominance in Sethis or Bangos, while Nagarjunakonda with its Buddhist Brahmanical structure and secular remain had a greater dependence of the agrarian base. അപ്പോൾ ബാങ്കേഴ്സിൻ്റെ അല്ലെങ്കിൽ സേത്തിമാരുടെ പണം നമ്മൾക്കറിയാം, അങ്ങനെ ബിസിനസ്സിന് വേണ്ടി കൈമാറുന്ന ആളുകൾ അല്ലെങ്കിൽ പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അവർ ബാങ്കേഴ്സിൻ്റെയൊക്കെ ഒരു പ്രധാനമായ വ്യാപാര കേന്ദ്രം തന്നെയായിരുന്നു അമരാവതി എന്നറിയപ്പെടുന്നത്. ഇവിടെ നാഗാർജുന അതുപോലെ ഈ നഗരത്തിലും അത് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും കാർഷിക മേഖലയെ അടിസ്ഥാനമായിട്ടായിരുന്നു ഇപ്രകാരം എന്ത് ചെയ്യുന്നത്, പണം പലിശയ്ക്ക് കൊടുക്കുക എന്നുള്ള പ്രവൃത്തി ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി വലിയ തോതിൽ വ്യാപാരത്തിന് കൈമാറിയിരുന്ന വ്യക്തികൾ, ഇങ്ങനെ സമ്പന്നരായിട്ടുള്ള വ്യാപാരികൾ ഒക്കെ രൂപം കൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിൽ നഗരകേന്ദ്രീകൃതമായി ജീവിച്ചിരുന്നു എന്നുള്ളതിനൊക്കെ തെളിവുകളാണ്. എക്സ്റ്റേണൽ ട്രേഡ് കൺസ്റ്റിറ്റ്യൂട്ടഡ് അനദർ സിഗ്നിഫിക്കൻ്റ് ഫാക്ടേഴ്സ് in driving transportive process, with the western trade route, particularly with the Rome and eastern Mediterranean, holding substantial importance for the urban development of this region. ഈ ഒരു ഡക്കാൻ ആന്ധ്രാപ്രദേശിൻ്റെ നഗരവൽക്കരണത്തിന് പ്രധാനമായും സംഭാവന ചെയ്ത ഒന്നാണ് എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരങ്ങൾ, പ്രധാനമായും നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് റോമക്കാരുമായിട്ടുള്ള വ്യാപാരം, അതുപോലെ ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരം എന്ന് പറയുന്നത്. ജസ്റ്റ് ആസ് സൊപ്പാര for western Deccan in 2nd and 1st century BC, eastern Deccan port played a more important role in 1st and 2nd century CE in Indo-Roman trade and continued to do 3rd and 4th century AD for the South-East Asian trade also. വെസ്റ്റേൺ ഡെക്കാനിൽ 2ാം നൂറ്റാണ്ടിനും 1ാം നൂറ്റാണ്ടിനും ഇടയിൽ BC-യിൽ, അതുപോലെ ഈസ്റ്റേൺ ഡെക്കാനിലെ പോർട്ട് തുറമുഖങ്ങൾ, ഇത്തരം തുറമുഖങ്ങളൊക്കെ പ്രധാനമായും ഇൻഡോ റോമൻ ട്രേഡിന് വളരെയധികം ആക്കം കൂടിയിട്ടുള്ളതാണ്. ക്ലോഡിയസ് ടോളമി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുകയുണ്ടായി, ദ പോർട്ട് ഓഫ് കോണ്ട കോസ്ല, കോണ്ടൂര, അലോസിഞ്ച്, ഇങ്ങനെ 3 തുറമുഖങ്ങളെയാണ് ടോളമി തൻ്റെ ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള പ്രധാന തുറമുഖങ്ങൾ ഈസ്റ്റേൺ ഡെക്കാനുമായിട്ട് ഉള്ളത് എന്ന് പറയുന്നത്. Amphitryon meaning point of the departure was another port of Mysolia region. Other site commercial importance of Alluru
അദ്ദൂരു, ഗാരിക്പാത, ഗുദിവാദ, ഗാമാദിദുര, ജാഗ്യപേധ, most which have the Buddhist association, the main centers of nodal importance being അമരാവതി ആൻഡ് നാഗാർജുന കൊണ്ട. അപ്പോൾ മറ്റ് വാണിജ്യ നഗരങ്ങൾ മൈസോളിയ ഇന്ന് കൃഷ്ണ ഡെൽറ്റയിലെ പ്രധാനപ്പെട്ട ഒരു നമ്മളീ പറയുന്ന കൃഷ്ണ ഡെൽറ്റയിൽ, അതായത് മൈസോളിയ റീജിയനിൽ അപ്പോൾ ഒരു പോർട്ടായിരുന്നു എന്ന് പറയുന്നത്. ഇനി മറ്റ് വാണിജ്യ കൊമേഴ്സ്യൽ സൈറ്റുകളായിരുന്നു, വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു അല്ലൂരു, അദ്ദൂരു, അതുപോലെ ഗാരിക്പാത, ഗുദിവാദ, ഗുമ്മാദിദു, ജാഗ്യപേത എന്നൊക്കെ പറയുന്ന കേന്ദ്രങ്ങൾ. ഇതൊക്കെ ബുദ്ധിസ്റ്റ് ഗ്രന്ഥങ്ങളുമായി അല്ലെങ്കിൽ ബുദ്ധിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാണിജ്യ കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. ദീസ് ടു സൈറ്റ്സ്, എസ്പെഷ്യലി അമരാവതി, നാഗാർജുന കൊണ്ട എന്ന് പറയുന്ന ഈ രണ്ട് സൈറ്റുകൾ, ഈ രണ്ട് സിറ്റികൾ എന്ന് പറയാം, വിച്ച് ഹാവ് റിവീൽഡ് ആർക്കിയോളജിക്കൽ എവിഡൻസ് അർബൻ ഏരിയാസ് ആൻഡ് സ്ട്രക്ചർ ബോത്ത് പൊളിറ്റിക്കൽ റിലീജിയസ് ഇമ്പോർട്ടൻസ്. നഗരകേന്ദ്രങ്ങൾക്ക് രാഷ്ട്രീയവും മതപരവുമായ പ്രത്യേകത ഉണ്ടായിരുന്നു. ബുദ്ധിസ്റ്റ് അസോസിയേഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രാഷ്ട്രീയവും മതപരവുമായ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്ന രണ്ട് നഗരകേന്ദ്രങ്ങളാണ് അമരാവതിയും നാഗാർജുനക്കൊണ്ടയും. അതിനുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് ഈ നഗരകേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ദീസ് ഇൻക്ലൂഡ് ഇൻസ്ക്രിപ്ഷൻ ഓഫ് വെറൈറ്റി ഓഫ് കോയിൻസ് സച്ച് ആസ് സിൽവർ പഞ്ച് മാർക്ക്ഡ് കോയിൻ, റോമൻ ഗോൾഡ് കോയിൻ, ശതവാഹന കോയിൻ. അതുപോലെ ഇത്തരത്തിലുള്ള പ്രാധാന്യം, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ളതും മതപരമായിട്ടുള്ള പ്രാധാന്യത്തെ സൂചിപ്പിക്കപ്പെടുന്ന രേഖകൾ ലഭ്യമായിട്ടുണ്ട്. അതുപോലെ ധാരാളം കോയിനുകൾ ഇവിടുന്ന് ലഭ്യമായിട്ടുണ്ട്. സിൽവർ പഞ്ച് മാർക്ക്ഡ് കോയിന്, റോമൻ ഗോൾഡ് കോയിനും ശതവാന കോയിനുകളൊക്കെ ഈ നഗരങ്ങൾ അമരാവതി അതുപോലെ നാഗാർജുന കൊണ്ട എന്നീ നഗരങ്ങളെ അടിസ്ഥാനമാക്കി ലഭ്യമായിട്ടുണ്ട് എക്സ്കവേഷനിലൂടെ. ഫർദർ മോർ ആർട്ടിഫാക്ട്സ് ലൈക്ക് ബ്ലാക്ക് റെഡ് വെയർ, റോൾട്ടഡ് വെയർ ആസ് വെൽ ആസ് ഇൻസ്ക്രൈബ്ഡ് ഐവറി സീൽ have also been discovered among various archaeological remains. ഈ ഡെക്കാണിലെ ആന്ധ്രാപ്രദേശ്, അതായത് ഈസ്റ്റേൺ ഡെക്കാൻ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇതിന് പുറമെ പലതരത്തിലുള്ള പാത്രങ്ങൾ, പ്രത്യേകിച്ച് ബ്ലാക്ക് റെഡ് വെയർ, പോളിഷ്ഡ് ബ്ലാക്ക് വെയർ, റോൾട്ടഡ് വെയറുകൾ, അതുപോലെ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഐവറി സീൽ, കൊത്തുപണികൾ, ലിഖിതങ്ങളൊക്കെയുള്ള ഐവറി സീലുകൾ, ഇതൊക്കെ ആർക്കിയോളജിക്കൽ അവശിഷ്ടങ്ങളായിട്ട് ഈ മേഖലയിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്.